ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. അപ്പോൾ കേരള പാഠാവലിയിലെ ലാസ്റ്റ് യൂണിറ്റ് 11ാമത്തെ യൂണിറ്റാണ് മിന്നാമിനുങ്ങും മിന്നാമിന്നി. മിന്നിമിനുങ്ങും മിന്നാമിന്നി. 11ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് മിന്നിമിനുങ്ങും മിന്നാമിന്നി. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നോക്കാം. മിന്നിമിനുങ്ങും മിന്നാമിന്നി, ചാപ്റ്റർ 11. അപ്പോൾ 10, 9, 8, 7 എല്ലാ യൂണിറ്റിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നമ്മൾ അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. ആവശ്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. നോക്കാം. മിന്നിമിനുങ്ങും മിന്നാമിന്നി. കുന്നിമണിക്കാട്ടിലെ ഒരു കുളം, കുളക്കരയിലെ വള്ളിയിൽ ഒരു മിന്നാമിന്നി. നേരം രാത്രിയായി. മിന്നാമിന്നിയുടെ പ്രകാശം പരന്നു. കുളത്തിൽ സ്വന്തം രൂപം തെളിഞ്ഞു കണ്ടപ്പോൾ മിന്നാമിന്നിക്ക് സന്തോഷമായി. അത് വള്ളിയിൽ തൂങ്ങിയാടി നൃത്തം ചെയ്തു. അപ്പം നിങ്ങൾക്കറിയാലോ, മിന്നാമിനുങ്ങിനെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. രാത്രിയിൽ ഇങ്ങനെ മിന്നി 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 പറന്നു പോകുന്ന മിന്നാമിന്നി അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്. കുളക്കരയിൽ ഒരു വള്ളിയിൽ മിന്നാമിന്നി തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പം മിന്നാമിന്നിയുടെ തന്നെ പ്രകാശത്തിൽ അവിടെ ചുറ്റും വെളിച്ചമായി. ആ പ്രകാശത്തിൽ മിന്നാമിനുങ്ങ് കുളത്തിലെ വെള്ളത്തിൽ അതിൻ്റെ തന്നെ പ്രതിബിംബം കാണുകയാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ അതിന് ഭയങ്കര സന്തോഷമായിട്ട് അത് ആ വള്ളിയിൽ ഇങ്ങനെ തൂങ്ങിയാടിയിട്ട് നൃത്തം ചെയ്യുകയാണ്. അതിനിടയിലാണ് ആ കാഴ്ച കണ്ടത്. ഹോ, എത്ര മിന്നാമിന്നികളാണ് ആകാശത്ത്! ആരെ നോക്കിയാവാം അവർ ഇടയ്ക്കിടെ കണ്ണു ചിമ്മുന്നത്? ആടാനും പാടാനും കൂട്ടുകൂടാനും കളിക്കാനും എത്ര കൂട്ടുകാരാണ് അവിടെ. അവരോടൊപ്പം കളിക്കണം. എന്തു രസമായിരിക്കും! ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി കൂട്ടുകാരോടൊപ്പം എത്താൻ മിന്നാമിന്നി വല്ലാതെ മോഹിച്ചു. ഓക്കെ, അപ്പോൾ അവർ കണ്ടു ആകാശത്തൊരു കാഴ്ച. ആകാശത്ത് ഒരുപാട് മിന്നാമിന്നികൾ അല്ലേ. ഇങ്ങനെ കണ്ണു ചിമ്മി അതിങ്ങനെ മിന്നി മിന്നി മറയുന്നതിനെയാണ് കണ്ണു ചിമ്മുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കൂട്ടുകാരാണ് അവിടെ അല്ലേ. അവരോടൊപ്പം ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങാൻ ഈ മിന്നാമിന്നിക്കും ആഗ്രഹമാവുകയാണ്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒറ്റ പറക്കൽ. ആദ്യം പേടി തോന്നി. കൂട്ടുകാരുടെ അടുത്തേക്കാണല്ലോ എന്ന് ഓർത്തപ്പോൾ പേടി മാഞ്ഞുപോയി. അപ്പം ഇതങ്ങനെ പറന്നുയർന്നു. ആദ്യം പറന്നപ്പോൾ ഒന്ന് പേടിച്ചു, പക്ഷെ കൂട്ടുകാരുടെ അടുത്തേക്കാണല്ലോ എന്ന് ഓർത്തപ്പോൾ പേടിയൊന്നുമില്ലായിരുന്നു. പിന്നെ മിന്നാമിന്നി മുകളിലേക്ക് ഉയർന്നു. വഴിയിൽ വെച്ച് അമ്പിളിയെ കണ്ടു. അമ്പിളി ആരാ? ആ ചിത്രത്തിൽ കാണുന്നത് ആരാ? അമ്പിളിമാമനെ കണ്ടു. ഹോ, എന്തൊരു വെളിച്ചമാണ് ഈ അമ്പിളിക്ക്! പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ചിലപ്പോൾ മെലിഞ്ഞ് നാളികേരപ്പൂള് പോലെ ആവും, പിന്നെ വീണ്ടും വലുതാവും. എന്താണ് നിന്റെ രഹസ്യം? മിന്നാമിന്നി അമ്പിളിയോട് ചോദിച്ചു. ഇപ്പോൾ നീ പോകൂ, തിരിച്ചു വരുമ്പോൾ പറഞ്ഞു തരാം. അമ്പിളി മിന്നാമിന്നിയെ യാത്രയാക്കി. അപ്പം മിന്നാമിന്നി ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ അമ്പിളിമാമൻ ആരാ? ചന്ദ്രൻ അല്ലേ. ആകാശത്ത് രാത്രിയിൽ നിങ്ങൾ കാണില്ലേ, അതേ ആള് തന്നെ. അപ്പം അമ്പിളിമാമനെ കണ്ടു. അമ്പിളിമാമനെ കണ്ടപ്പോൾ നമ്മുടെ മിന്നാമിന്നി ചോദിക്കുകയാണ്, ചില ദിവസങ്ങളിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് കാണും അല്ലേ, പപ്പടം പോലെ റൗണ്ടിൽ കാണും. ചില ദിവസങ്ങളിൽ ഇങ്ങനെ തേങ്ങാപ്പൂള് പോലെ ഒരു ചന്ദ്രക്കല പോലെ കാണും. അപ്പം എന്തുകൊണ്ടാണ് അതെന്ന് ചോദിക്കും. അപ്പം അമ്പിളിമാമൻ എന്ത് പറയും? നീ പോയിട്ട് വാ, തിരിച്ചു വരുമ്പോൾ പറഞ്ഞു തരാമെന്ന് പറയും. മിന്നാമിന്നി പറന്ന് കൂട്ടുകാരുടെ അടുത്തെത്തി. അവരോടൊപ്പം കളിച്ചു നേരം പോയത് അറിഞ്ഞില്ല. രാവൊടുങ്ങി, സൂര്യനുദിച്ചു. നക്ഷത്ര കൂട്ടുകാരെ കാണാനില്ല. മിന്നാമിന്നിക്ക് സങ്കടമായി. ഭൂമിയിലേക്ക് മടങ്ങാനുള്ള വഴിയും തെളിഞ്ഞില്ല. ഇനി എന്തു ചെയ്യും? അപ്പോൾ രാത്രിയൊക്കെ ഈ നക്ഷത്ര കൂട്ടുകാരോടൊപ്പം മിന്നാമിന്നി കളിച്ചു. നമുക്കറിയാലോ, രാവിലെ ആയാൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെയും രാവിലെ ആയപ്പോൾ എന്ത് സംഭവിച്ചു? സൂര്യൻ ഉദിച്ചു. നക്ഷത്ര കൂട്ടുകാരെ ഒന്നും കാണാനുമില്ല. മിന്നാമിന്നിക്ക് ആകെ സങ്കടമായി. മിന്നാമിന്നിക്ക് ഭൂമിയിലേക്ക് മടങ്ങാനുള്ള വഴിയും അറിയില്ല, വഴിയും തെളിയുന്നില്ല. ഇനി എന്ത് ചെയ്യും? നക്ഷത്ര കൂട്ടുകാരോടൊപ്പം ഒരു കുഞ്ഞു നക്ഷത്രമായി കൂടിയാലോ? മിന്നാമിന്നിയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു കവിഞ്ഞു. അപ്പോൾ മിന്നാമിന്നി ചിന്തിക്കുന്ന എന്താ? ശരി, പോകാൻ പറ്റില്ലെങ്കിൽ നക്ഷത്ര കൂട്ടുകാരുടെ കൂടെ അവിടെ തന്നെ അങ്ങ് കൂടിയാലോ എന്ന് ചിന്തിക്കുകയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. കടൻ കവിതയ്ക്ക് ഉത്തരം എഴുതാം. തലയ്ക്കു മീതെ നീല നിറത്തിൽ വമ്പൻ കുടയുന്നുണ്ടല്ലോ, മഴയും കൊള്ളും വെയിലും കൊള്ളും കുടയുടെ പേരത് ചൊല്ലാമോ? എന്താ നമ്മുടെ തലയ്ക്ക് മീതെ? ആകാശം.
മാനത്തുണ്ടൊരു പാൽക്കിണ്ണം, ഓടി നടക്കും പാൽക്കിണ്ണം, താഴോട്ടൊന്നു വരുത്താനായി ഉണ്ണികൾ തേടും പാൽക്കിണ്ണം. ചന്ദ്രൻ. അടുത്ത ചോദ്യം. മാനത്തുള്ളൊരു കൊട്ടാരം, പാറി നടക്കും കൊട്ടാരം, പലതായി മാറും കൊട്ടാരം, പഞ്ഞിക്കൊട്ടാരം. മേഘം. മിന്നാമിന്നി, നക്ഷത്രം എന്നിവ ഉത്തരമായി വരുന്ന കടങ്കഥകൾ കണ്ടെത്തി എഴുതൂ. എന്താണ്? കാവലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുകൾ. നക്ഷത്രങ്ങളാണ് ഉത്തരം. രാത്രിയിൽ പാറിപ്പറക്കുന്ന വെളിച്ചം. ഉത്തരം മിന്നാമിനുങ്ങ്. അപ്പൊ ഇത് 2 കടങ്കഥകളാണ് കേട്ടോ. അടുത്തത് താളത്തിൽ പാടാം. ഞാൻ വായിച്ചു തരാം, നിങ്ങൾ താളത്തിൽ പാടിക്കോളൂ കേട്ടോ. ആറ്റിനക്കരെ. ആറ്റിനക്കരെ പാടം തെയ്തക, പാടത്തിന്നക്കരെ നീലമല. നീലമലയ്ക്കും മേലെ തെയ്തക, വാനം തൊട്ടൊരു പാലമരം. ഏഴിലം പാലയിൽ 7 കൊമ്പിൽ 7 തരം കിളി കൂടുവച്ചു. നീലത്തത്ത, പനന്തത്ത, വേലിത്തത്ത, പനങ്കാക്ക, മഞ്ഞക്കാഞ്ചി മരം കൊത്തി. കുട്ടുറവൻ കിളി കൂടുവച്ചു. 7 തരത്തിൽ പാടുന്നു കിളി, 7 നിറത്തിൽ പാറുന്നു. 7 നിറങ്ങൾ കലങ്ങിയ വാനിൽ മാരിവില്ലു തെളിയുന്നു. ഇനി സ്വതന്ത്ര രചന പാഠമാണ്. ചിത്രം നോക്കി കഥ പറയാം, എഴുതാം. ചിത്രത്തിൽ ഒരു തവള ഉണ്ട്, ഒരു കൊറ്റിയുണ്ട്, ഒരു സൈക്കിള്. നമുക്ക് ഇതൊന്ന് ഒച്ചുണ്ട്, മീനൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്കിതൊന്ന് കഥയാക്കാം. ഒരു മനോഹരമായ പ്രഭാതം. കളകളം ഒഴുകുന്ന അരുവി. അരുവിയിൽ തുള്ളിക്കളിക്കുന്ന മീനുകൾ. പച്ചപ്പു നിറഞ്ഞ ഗ്രാമവഴി. ഒരു മനോഹരമായ മിട്ടുവിൻ്റെ യാത്ര എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു മനോഹരമായ പ്രഭാതം, കളകളം ഒഴുകുന്ന അരുവി, അരുവിയിൽ തുള്ളിക്കളിക്കുന്ന മീനുകൾ, പച്ചപ്പ് നിറഞ്ഞ ഗ്രാമവഴി. മിട്ടുത്തവള നഗരം കാണാൻ പോവുകയാണ്. തൻ്റെ പുതിയ മോട്ടോർ സൈക്കിളിനെ തന്നെയാണ് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് വേണമെങ്കിൽ മോട്ടോർ എന്നാക്കുക കേട്ടോ. മോട്ടോർ സൈക്കിളിൽ അവൻ യാത്ര തിരിച്ചു. അരുവിയുടെ അടുത്തെത്തിയും അവൻ സൈക്കിൾ നിർത്തി. അടുത്തെത്തിയതും തൻ്റെ കൂട്ടുകാരായ മീനുകളോടും കിങ്ങിണിക്കൊക്കിനോടും യാത്ര പറഞ്ഞു. അപ്പോൾ കിങ്ങിണിക്കൊക്കും മിട്ടുത്തവളയോടൊപ്പം നഗരം കാണാൻ പോരാമെന്ന് പറഞ്ഞു. മിട്ടുവിന് ഒത്തിരി സന്തോഷമായി. കിങ്ങിണി സൈക്കിൾ ഓടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മിട്ടുത്തവളയും കിങ്ങിണിക്കൊക്കും കൂടി സന്തോഷത്തോടെ നഗരം കാണാൻ യാത്ര പുറപ്പെട്ടു. അക്ഷരമാലയാണ് കേട്ടോ. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം. സ്വരാക്ഷരങ്ങളാണ് ആദ്യം തന്നിരിക്കുന്നത്, വ്യഞ്ജനാക്ഷരങ്ങളാണ് രണ്ടാമത് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കത് അറിയാലോ, നന്നായി പഠിച്ചു വെക്കുക, ആവശ്യമാണത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സിൽ വരുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.